ഇപ്പം മദ്രാസിലെ മോൻ എന്ന് പറഞ്ഞ ആ കൊലപാതക കേസ് ഞാൻ അഭിനയിച്ചതാണ്. ഞാനും അവന് കൂട്ടുകാരനായിരുന്നു. അവൻ്റെ പോക്ക് ശരിയല്ലാത്തപ്പോൾ ഞാൻ അവരെ 3 പേരും പറഞ്ഞു വിടുകയാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവരെ പുറത്താക്കുന്നു. 4 മാസം കഴിഞ്ഞപ്പോൾ അവർ കൊലപാതകം ചെയ്തു. മദ്രാസിലെ മോൻ ഞാനാണെന്ന് വിശ്വസിച്ച് നടന്ന ആൾക്കാരുണ്ട്. റൈറ്റ് ടൈമിൽ ഞാൻ അവരോട് പോകാൻ പറഞ്ഞു, ഇല്ലെങ്കിലും ഞാൻ ഉള്ളിലായില്ല. ഞാനൊരു കൊലപാതകയായിട്ട് റേപ്പിസ്റ്റായിട്ട് ഒക്കെ എന്നെ കണ്ട് ചിത്രീകരിച്ചിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. എപ്പോഴും കാലോ എൻ്റെ നമ്മളെയൊക്കെ ചെറിയ ചെറിയ രീതിയിൽ ഞാൻ ഒരുപാട് എൻ്റെ ഒരു ഫസ്റ്റ് പടം വന്നപ്പോൾ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഞാൻ പിള്ളേർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആലോചിച്ചു, ദൈവം നമുക്ക് എന്താന്ന് അനുഭവിക്കാനുള്ള ഒരു ചാൻസ് നമുക്ക് തന്നു. എനിക്ക് എല്ലാം ഞാൻ അതിനോട് വന്നിട്ട് എന്താ സ്റ്റാർട്ടെന്ന് ഞാൻ അനുഭവിക്കാതെ അല്ല, പീക്കിട് ഞാൻ എനിക്കറിയാം ഞാൻ പോകുന്ന വണ്ടി ഏതാന്ന് കാണാനായിട്ട് പനമണത്ത് വിട്ടു JPR-ആയിട്ട് MGR റൈറ്റ് ഹാൻഡ് ആയിരുന്നു. JPR കോളേജിലേക്ക് ഓണർ. ഞാൻ ഇതിനെ പഠിത്തം അഭിനയിക്കാം. സേലത്തിനടുത്തുള്ള പനമരത്ത് വിട്ടിരുന്നതാണ്. ഒരു ചെറിയ റോഡിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യാം. ഒരു വലിയ നീട്ടത്തിൽ ആ റോഡ് സൈക്കിളിട്ട് ബ്ലോക്ക് ചെയ്തേക്കാം. ഏത് വണ്ടിയിലാണ് ഞാൻ വന്നേന്ന് കാണാൻ. എന്നിട്ട് ഇവർ സൈക്കിൾ എടുത്താലേ പോകാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് അപ്പോൾ എന്നെ തലൈവറയെന്ന് വിളിച്ചു. അപ്പോൾ MGR-ന്റെ കൂടെ നിന്നാണ്. അപ്പോൾ എൻ്റെ കാറിൻ്റെ നമ്പറും 4th പൊസിഷനാണ്. MGR നമ്പർ എനിക്ക് ഉണ്ടായിരുന്നു. എൻ്റെത് മാറ്റിച്ചിട്ടില്ലായിരുന്നു. പുള്ളി എനിക്കതിന് അനുവാദം കിട്ടിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ അപ്പം തന്നെ പൊക്കിയെടുത്തപ്പോൾ മാറ്റില്ലേ. സൈലന്റ് ഒരു അനുമതി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അവരുടെ സത്യാമൂസൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുള്ളതാണ് അവരുടെ പടം. ഈ വണ്ടി എടുത്തിട്ട് അപ്പം ഞാനിങ്ങനെ അറിയാണ് നമ്മൾ ഏത് വണ്ടിയിലാണ് വന്നേന്നുള്ളത് കാണാൻ വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് ജനം കൂടിയിട്ട് അതിന് ഏറ്റവും വന്ന് പണ്ട് പച്ചക്കൊടി കാണിച്ചാലും വണ്ടി നീങ്ങോളൂ. ഈ ഗാർഡ് സിഗ്നേച്ചർ മേടിക്കാൻ അയാൾ പുറത്തിറങ്ങിയിട്ട് വേണം ട്രെയിൻ പോകാനായിട്ട്. എന്തൊക്കെ ചിരിയായിട്ടറിയാം. ഞാനിങ്ങനെ എനിക്കിത് അതിന് മുമ്പ് ഞാൻ ഒരാഴ്ച മുമ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പയ്യൻ ഇങ്ങനെ അവിടെ ഇവിടെ കിടന്നാം. പണം റിലീസായി 2 ആഴ്ച കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യം. അപ്പൊ ഞാൻ ചങ്കർ കൂടി അത് തന്നെ. ചങ്കർ പടം ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാമോ, പടം ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും പേടിച്ച് തിയേറ്ററിൽ പോയില്ല. ഫസ്റ്റ് ഷോ കാണാൻ പോയില്ല. കാരണം അവിടെ തെങ്ങാനും കണ്ടിട്ട് മോശമാണെങ്കിൽ മൊത്തം കാണണ്ടേ. അതിന് കാരണമുണ്ട്. അതെന്നറിയാൻ അതിന് മുമ്പ് ഞങ്ങളുടെ കട്ടൗട്ട് മൗണ്ട് റോഡിൽ നിൽക്കുക. ഞാൻ ശങ്കർ ഇവിടെ നിൽക്കണ മൻസൂർ ക്രിയേഷൻസ്. അതിൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് മൻസൂർ ആർട്സ് എന്നാണ് വേറൊരു പേര്. അതിനകത്തും 2 പേരുണ്ട്. തിരുനാവുക്കരശി എന്ന് പറഞ്ഞ ഒരുത്തരം, പിന്നെ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ അവനും ചുരുണ്ട പൊടി ഒരുത്തരും അവനും. അപ്പോൾ പുള്ളി ശിവാജിയുടെയൊക്കെ അഭിനയിക്കുന്ന ഒരുത്തരാണ്. അങ്ങനെ അവനും തിരുനാവുക്കരശി ഈ 2 പേരുണ്ട്. അങ്ങനെ ബ്ലൂ ഡയമണ്ട് സഫയറിന്റെ മുമ്പിലാണ് ഇത് കാണുക. അപ്പോൾ ബ്ലൂ ഡയമണ്ട് 3ാമത്തെ നിലയുള്ള ഒരു കണ്ടിന്യൂസ് ഫിലിമാണ് കാണിക്കുന്ന ഒരു തിയേറ്റർ. അപ്പോൾ അവിടെ ഇത് റിലീസ് ചെയ്യേക്കുക. അപ്പോൾ ഞാനുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡയറക്ടർ കമ്പനിയുണ്ട്. അന്ന് അയാളെ അവിടെ അതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഞങ്ങൾ ചെയ്തിട്ടേ ഉള്ളൂ, റിലീസായിട്ടില്ല. അപ്പോൾ ഞാനൊക്കെ നല്ല ഫ്രണ്ടാണ്. അപ്പോൾ അവരൊക്കെ നോക്കാതെ എടുത്ത് ഈ മൊത്തം ഈ പടത്തിനകത്ത് തിയേറ്ററൊക്കെ കീറുകയാണ് ആൾക്കാർ. മൊത്തം പ്രശ്നം കൂലും ബഹളാണ്. അപ്പം ഞങ്ങളിങ്ങനെ പുറത്ത് വന്ന് ഇന്റർവ്യൂവിന്റെ സമയത്തേക്ക് നോക്കിയാൽ ഞങ്ങളുടെ പോസ്റ്റർ കാണാം. അവർക്ക് ഒരു അടിയടിച്ച് ഞാനുണ്ട്, ശങ്കറുണ്ട്, പിന്നെ ശ്രീനാഥുണ്ട്. ഞങ്ങളൊക്കെ ഒരുമിച്ച് അയക്കണം അഭിനയിച്ചിട്ട്. ഞങ്ങൾ ആ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്താണ് താമസിക്കണം. അങ്ങനെ ഞങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതേ അനുഭവം ഉണ്ടാവുന്ന വേറെ 2 പേരുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആരാന്ന് പറയൂല എന്നൊക്കെ പറഞ്ഞ് ഇത് പേടിച്ച് ഒരു തരം റിലീസ്. അതിന്റെ ഫസ്റ്റ് ഷോ അലങ്കാറിൽ നടക്കുന്നു. ഞങ്ങൾ പോയില്ല. ഇപ്പുറത്തെ കട്ടില് ശങ്കർ, ഇപ്പുറത്തെ കട്ടില് ഞാൻ, 2 പേരും പരന്ന് കിടന്നിട്ട് എനിക്കത് ഇന്നും ആ സിനിമ പോകുന്ന ഓരോ നിമിഷവും ഇവിടെ കിടന്ന് അനുഭവിച്ചത് നമുക്ക് ശരിക്കും. ഇപ്പൊ ഏതായിരിക്കും സീന്? അപ്പൊ ശങ്കർ ഇതായിരിക്കും, എന്തായിരിക്കും അവിടുത്തെ സംഭവം. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഒരു ഉച്ച കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോ ആൾക്കാർ വിളിച്ചത്, മോനെ പടം ഇട്ട് നിങ്ങൾ കുഴപ്പമില്ല. വൈകുന്നേരമായപ്പോ ഞങ്ങൾ അങ്ങനെ 2 പേരും കൂടി, ഞാൻ എൻ്റെ വണ്ടി ഉണ്ടായിരുന്നു കാറ്,
എല്ലാ ദൈവ സഹായത്തിലും വന്നിട്ട് ഞാൻ അഭിനയിക്കുന്ന മുമ്പ് തന്നെ എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ടായിരുന്നു, കാറും ബൈക്കും. ഞാനും ചക്കരക്കുടി ഈ കാറും എടുത്തോണ്ട് ഈ തിയേറ്ററിലേക്ക് പോവാ, മറ്റേ ലിബർട്ടി തിയേറ്ററിലേക്ക് പോവാണ് ആദ്യം. അപ്പൊ അവിടെ വന്ന് ഞങ്ങളുടെ ആൾക്കാരൊക്കെ വന്നിട്ട് എടാ വാടാ നിങ്ങളെന്ന് പറഞ്ഞ്, അന്ന് ഫോണൊന്നുമില്ല, മൊബൈലൊന്നും ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് അവിടെ താഴേക്കണ കടയിൽ നിന്ന് വേണം ഫോൺ കിട്ടാൻ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ പമ്മി ഞങ്ങൾ ആശ്വാസമായി പലരിൽ നിന്ന് ഞങ്ങൾ പോയി ചോദിച്ച്, കുഴപ്പമില്ല ന്യൂസ് ഉണ്ട്. ഞങ്ങൾ താഴെയുള്ള കടയിൽ വന്നു ധൈര്യമായിട്ട്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ നമ്മുടെ കൂടെ ഇന്നവർ പറഞ്ഞ് പേടിക്കേണ്ട, ക്ലാപ്സൊക്കെ ഉണ്ട്, ധൈര്യമായിട്ട് പോയിക്കോ, നീയൊക്കെ ഭയങ്കര ഹിറ്റായി സ്റ്റാറായി, നമ്മളെല്ലാം മറന്നിടാതപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ത്യാഗമൊക്കെ വന്നിട്ട് ഭയങ്കര അഭിനയത്തിൽ അവൻ നമ്മൾ വിളിച്ചോണ്ടിരുന്നു. നമ്മളെല്ലാം മറന്നിടാതപ്പ, നിങ്ങളുടെ പെരുയാളായി പോയിട്ടേ നമുക്കൊരു ചുമ്മാ കളിയാക്കളാണോ സംശയം, ഒരു ഉറപ്പുമില്ലാതെ ഞങ്ങൾ രണ്ടുപേരും കൂടി ലക്ഷ്മണൻ മറ്റേ ലിബർട്ടി തിയേറ്ററിൽ പോവാണ്. എൻ്റെ മോനെ പടം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഏറുന്നത് ആൾക്കാർ നമ്മളെ കണ്ടുപിടിച്ച് പൊക്കിയെടുത്തേക്ക്. ഞാൻ ആ പടത്തിനകത്തേക്ക് ആ പടം കണ്ട 200 പ്രാവശ്യം കണ്ട ഒരുത്തനായിട്ട് തന്നെ ഞാൻ ആർട്ടിക്കിൾ ചെയ്തിട്ടുണ്ട് കുറെ നാൾ കഴിഞ്ഞു. 1 വർഷം ഓടിയ ആ പടം, 1 year. അലങ്കാറിൽ 150 കോടി ആയിട്ട് എല്ലാ തിയേറ്ററുകാരും പുതുക്കിപ്പെടുത്തി. ഈ എമ്പുരാൻ വന്ന പോലെ ഈ തിയേറ്ററിലൊക്കെ 100 days തിയേറ്ററുകാരൊക്കെ ഭയങ്കര ഇപ്പൊ നമ്മൾ ഭയങ്കര കാര്യം. உங்களாலே நாங்கள் தியேட்டர் எல்லாம் பெருசாச்சு பாரு, இது பழைய தியேட்டர் இப்ப பாரு நாங்க புது ഭയങ്കര ഹിറ്റ്. ലോക അന്നത്തെ ഇൻഡസ്ട്രിയെ കാണാത്ത ഒരു ഹിറ്റ് അതില് വന്ന് നമ്മൾ കാണുമ്പോ തിയേറ്ററിൽ ജനം ഇങ്ങനെ കുതിച്ച് ചാടുകയാണ് നമ്മളെ എൻട്രി തൊട്ടിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അത് ശരി, അതെന്നറിയാമോ, നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവം എന്ന് പറഞ്ഞാല് എൻ്റെ തേടല്. ഇത് ഈ സ്റ്റാർഡം സിനിമയുടെ വന്നിട്ടുള്ള ഒരു ഫാന്റസി അന്വേഷിച്ചിട്ടായിരിക്കുമല്ലോ ഞാൻ ഇറങ്ങി പുറപ്പെട്ടെ. ഞാൻ അവിടെ വരുന്നവരെ ഞാനൊരു ഇന്റലക്ച്വൽ സിനിമയുടെ ഭാഗമല്ലായിരുന്നല്ലോ, MGR സിനിമയുടെ. MGRനെ കണ്ട് കൈയടിച്ച് MGRന്റെ എൻട്രി നോക്കിക്കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. MGR എപ്പോൾ വരും, MGR എപ്പോൾ വരും, ഏതെല്ലാം സമയത്ത് എത്ര ഇടി ഇടിക്കും, കറക്റ്റ് ടൈമിൽ വന്നിട്ട് പെണ്ണിനെ കയറി വില്ലന്മാർ ഉപദ്രവിക്കാൻ നോക്കുന്നു. കഷ്ടപ്പെടുന്ന സമയത്ത് MGR അവിടെ റൈറ്റ് ടൈം അടിക്കായി. എനിക്ക് പണ്ട് ആദ്യം കാണാൻ വേണ്ടി ഞാൻ തിയേറ്ററിന്റെ മുമ്പിലത്തെ ബെഞ്ചിൽ പോയി ഇരുന്നിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ട് ഒരു ഒരു കപ്പലിടി ആയിട്ട് എത്ര ഇടിയുണ്ടെന്ന് നോക്കിയോണ്ട്. എൻ്റെ അപ്പോ ഞാൻ സ്കൂളിൻ്റെ ചെറുപ്പം പോലെ സിനിമ എനിക്ക് ഭ്രാന്തായിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ അനുഭവിക്കാൻ ദൈവം തന്നത് കൊണ്ട് എന്താ പറയാമോ, നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് മാറാൻ പറ്റി. ഇല്ല ഞാൻ ഇപ്പോഴും സിനിമ അഭിനയം മാത്രമായിട്ട് ഞാൻ പിടിച്ചു തന്നെ. എൻ്റെ അടുത്ത് പല കാര്യങ്ങൾ ഞാൻ നിങ്ങൾ എൻ്റെ വിക്കിപീഡിയ നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ ചെയ്ത ഇന്റീരിയർ ഡിസൈനറായിട്ട്, സ്റ്റീൽ കൺസ്ട്രക്ഷനായിട്ട് വന്ന ഫിലിം ഫെസ്റ്റിവൽ ഡയറക്ടറായിട്ട്, സിനിമ പഠിപ്പിക്കുന്നവനായിട്ട്, റൈറ്ററായിട്ട്, പുസ്തകം ഇറക്കുന്നവനായിട്ട്, സകലമാന മേഖലയിൽ അങ്ങനെയല്ല എനിക്ക് യാത്ര ചെയ്യാൻ പറ്റി. ഒരു കാലഘട്ടത്തിനോടനുസരിച്ചിട്ട് ഞാൻ ഇതായി ഇങ്ങനെയൊക്കെ പോകാനായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു യാത്ര പറയാനായിട്ട് ഇന്ത്യയിൽ ഒരുപാട് ജീവിതങ്ങൾ പറയാനായിട്ട് പലരുമായിട്ട്, കൊലപാതകികളായിട്ട്. ഇപ്പം മദ്രാസിലെ മോൻ എന്ന് പറഞ്ഞ ആ കൊലപാതക കേസ് ഞാൻ അഭിനയിച്ച, ഞാനും അവനും കൂട്ടുകാരനായിരുന്നു. ഞാനും അവനും ഫ്രണ്ടായിരുന്നു. അവനെ പോക്ക് ചെയ്യില്ലാത്തപ്പോൾ ഞാൻ അവരെ 3 പേരും പറഞ്ഞു വിടുകയാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവരെ പുറത്താക്കുന്നു. 4 മാസം കഴിഞ്ഞപ്പോൾ അവർ കൊലപാതകം ചെയ്യുന്നു. ആ സിനിമ ഞാൻ അഭിനയിക്കുന്നു. ഒന്ന് ആലോചിക്കും, എൻ്റെ ലൈഫ് പോകുന്ന പോക്ക് ഞാനെന്ത് ചെയ്യല. നമ്മുടെ കയ്യിലൊന്നും അല്ലല്ലോ ഇത് ഇരിക്കണ. റൈറ്റ് ടൈമിൽ ഞാൻ അവരോട് പോകാൻ പറഞ്ഞു, ഇല്ലെങ്കിലും ഞാൻ ഉള്ളിലായിരുന്നു. കാരണം അവര് അന്ന് ഈ ഡ്രഗ് കുത്തിവെക്കലൊക്കെ വന്നു. അത് എനിക്കതൊക്കെ ഞാൻ അന്നേ തൊട്ടേ എന്നറിയാം. മേ ബി ഐ കം ഫ്രം ആക്ച്വലി എൻ്റെ വീട്ടിൽ ഒരുപാട് ഈ മെഡിക്കൽ ഫീൽഡിലുള്ളവരുള്ളത് കൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ജീവിതത്തിനകത്തേക്ക് ഞാൻ കുറേയും കൂടി കാര്യങ്ങൾ അറിഞ്ഞു വന്നവനാണ്. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു ഗുണങ്ങളുണ്ട്. പിന്നെ നമ്മളെപ്പോഴും വന്നിട്ടുള്ളൊരു എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാനും, ഇപ്പോൾ ഞാനിപ്പോൾ നോമ്പെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭക്തിമാർഗത്തിനും കൂടി ഞാൻ മനസ്സിലാക്കിയിട്ട് ആ വഴിയിലൂടെ ഷേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മളിത് പോകുന്നു, നമ്മുടെ മിത്തുകളൊന്നും നമ്മളെ. അപ്പം അതെല്ലാം നമുക്കറിയാം തെറ്റുകളുടെ വരമ്പുകൾ എവിടം വരെ പോകാൻ പാടില്ല, എവിടം വരെ നമുക്കൊരു ബോർഡർ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് നമുക്ക് പല കാര്യങ്ങളിൽ നിന്ന് നമ്മൾ
നമുക്ക് മാറാനുള്ള ഒരു ഊർജ്ജം ഉണ്ടായി. നമുക്ക് നോ പറയാൻ പറ്റുകയാണ്. നമ്മളൊരു തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ പിടിച്ചെടുത്ത് നോ, ദിസ് ഈസ് നോട്ട് യു ഷുഡ് ഡു ഇറ്റ്. അതെനിക്ക് പറ്റിയിട്ടുണ്ട്. എന്നെ കൊണ്ട് ഞാൻ അല്ലെങ്കിൽ എത്രയോ അബദ്ധങ്ങളിൽ ഞാൻ പോയി പെട്ടാനെ, എത്രയോ അബദ്ധങ്ങളിൽ പെടാവുന്ന ഒരു ചാൻസ് എനിക്കുണ്ടായിരുന്നു. ഞാൻ യാത്ര ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയാണ് പോകണം, വഴുതി പോവോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഞാൻ നിർത്തും, അത് സ്റ്റോപ്പിടും. ഇവൻ ഞാൻ പറഞ്ഞപ്പോൾ പാൻപരാഗ് നന്നായിട്ട് തിന്നിരുന്നു. ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഇറ്റ് ഗോയിങ് ടു കൺട്രോൾ മീ. ഞാൻ നിർത്തി. ബീഡ കഴിച്ചിരുന്നപ്പോൾ ഞാൻ നിർത്തി, ചെറുത്തൂരി നിർത്തി. അപ്പോൾ അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ട് എൻ്റെ വൈഫ് എപ്പോഴും പറയും, നമുക്ക് അതാണ് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഗുണം. നിങ്ങൾ തെറ്റ് എന്താണെന്നുള്ളതിനെ തിരിച്ചറിയുമ്പോഴത്തേക്കും അതിനെ നോല് നിർത്താൻ നിങ്ങൾക്ക് പറ്റാറുണ്ട്, നോ പറയാൻ പറ്റാറുണ്ട്. നമ്മൾ അതിലേക്ക് പോവാതെ നമുക്ക് നിൽക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു ഉറപ്പുണ്ട്, മനസ്സിലായോ? നമ്മളെ അതെ. അത് എന്താണെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര ഫ്രീഡം ഉണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ കാരണം ചെമ്മീൻ തുള്ളിയ മുട്ടോടല്ല ചട്ടിയോട് ഓവർ പോകില്ല എന്നുള്ളത് അറിയാം. കാരണം ഞാൻ ആ കാര്യത്തിനകത്ത് വളരെ സ്ട്രിക്റ്റാണ്. ഇറ്റ്സ് ബിയോണ്ട് മൈ കൺട്രോൾ. നോ, നത്തിങ് ഐ വിൽ എക്സ്പെരിമെന്റ്. നോ, കാരണം ഇത് നമ്മൾ പെട്ടുപോകും. നമുക്കൊരു ദൗത്യമുണ്ട് ദൈവത്തിനകത്ത് നമ്മളുണ്ടാവുമ്പോൾ. നമ്മളെല്ലാത്തിനും നിങ്ങൾക്കുണ്ട്, മറ്റുള്ളവരുണ്ട്, ഇങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഇവർക്കുണ്ട്, എല്ലാവർക്കും വന്നിട്ട് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ നമ്മുടെ ദൗത്യം തിരിച്ചറിയണം. വി ഫിറ്റ് ഇൻ ദിസ് വേൾഡ്, വി ഹാവ് അവർ ഓൺ റോൾ ടു ഫിറ്റ് ഇൻ ദിസ് വേൾഡ്. കൃത്യമായ ധാരണ ഉണ്ടാവണം, നമ്മൾ ഉണ്ടാക്കുക. അല്ലാതെ നമ്മൾ വന്നിട്ട് ഒരു കയവസായിട്ട് നമ്മളതിനെ തെറിച്ചുപോയി ഈ സൊസൈറ്റിയിൽ നിന്ന് വേറിട്ട് നിൽക്കാനായിട്ട്, വെറുതെ വന്നിട്ട് വേറിട്ട് നിൽക്കാനായിട്ട്, അരാജകത്വത്തിൽ ഒരു അനാർക്കിസ്റ്റായിട്ട് ജീവിക്കാൻ ഐ എം നോട്ട് റെഡി. That's not my cup of tea, actually. I'm not an anarchist. No, I can't. I don't want to be an anarchist. എനിക്കതിനകത്തേക്ക് താല്പര്യം കൂടിയില്ല. ഞാൻ ആക്ച്വലി വന്നിട്ട് ഞാൻ സുഖം കാണുന്നില്ല, അതാണ്. ഞാൻ അതിനേക്കാളും കാര്യങ്ങൾ കാണുന്നത് ബിയോണ്ട് ഓഫ് ദാറ്റ്. യെസ്, ഞാൻ എല്ലാവരിലൂടെയും സന്തോഷിച്ച് കൂടെ നിന്ന് ഹാപ്പി ആയിട്ട് നമ്മൾ എത്രത്തോളം നമുക്ക് നമ്മുടെ ഇന്റർവ്യൂ തന്നെയാണെങ്കിൽ നമ്മൾ എത്ര നേരം സംസാരിക്കണം വരെ നമ്മൾ അറിയുന്നില്ല. അതാണ് സമയം പോയി, അതിലുള്ള സന്തോഷം കൂടെ നമ്മൾ അറിയില്ല. തീർച്ചയായിട്ടും ഐ തിങ്ക് ഇറ്റ് ഇസ് എ ടൈം ഫോർ us to wind up. അല്ലെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. സത്യം, കാരണം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ടൈം പോകുന്നത്. ഞാൻ ഒരു സംഭവം കേട്ടോ, ലാസ്റ്റ് ഏറ്റവും ബേസ്ഡ് ആയിട്ട് സാധനമാണ്. മലയാളത്തിലെ ഫ്രീക്കൻ കാഴ്ചപ്പാടുകൾക്ക് ഒരു മുഖമുണ്ട്. ഞാൻ സത്യം പറയാം, എന്റെ ഇന്റർവ്യൂ ആണ് മാത്രമല്ല, ഞാൻ ഫ്രീക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആ മുഖത്ത് ആദ്യം സാറിന്റെ ഒരു ഫ്രെയിം ചെയ്യപ്പെട്ട മുഖം. ആ സംഭവം എന്താണ്? നമ്മുടെ ഒരു അത്രയേറെ വളരാത്ത സമൂഹത്തിൽ ബാഡ് ഇമേജുകൾക്ക് വിധേയപ്പെട്ടിട്ടുണ്ടോ? ഒരു ചെറിയ ഡൗട്ടാണ്. ഇല്ല, ഞാൻ അതിനകത്തൊന്നും വലിയ വിഷയമാക്കാറില്ല. ഞാൻ അതിന് കാരണം ഞാൻ ചെയ്യാത്ത തെറ്റുകൾക്ക് ഒരുപാട് ചീത്ത വിളി ഞാൻ എന്റെ ബിഗിനിങ് പോയിട്ട് ഞാൻ പറഞ്ഞാല് ഇപ്പൊ തലയ്ക്ക് മുകളിൽ ഉള്ള ഒരു ചാൾ വന്നാൽ എന്താ, പിന്നെ ഇത്ര വന്നാൽ എന്താ. ഞാൻ ബിഗിനിങ് പീരീഡ് വന്ന സമയത്ത് ഞാൻ അറിയാത്ത ഒരുപാട് പേര് എന്നെ പറ്റി, ഞാൻ ഇപ്പൊ പറയാം, മദ്രാസിലെ മോൻ ഞാനാണെന്ന് വിശ്വസിച്ച് നടന്ന ആൾക്കാരുണ്ട്. കറക്റ്റ്. ഞാൻ ശരിക്കും പറയട്ടെ, ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഈ പുള്ളിക്കാരായിരുന്നു അത്. ഞാനിത് പറയാ. അപ്പൊ ഞാൻ പോയിട്ട് ഞാനൊരു കൊലപാതകയായിട്ടും റേപ്പിസ്റ്റായിട്ടും ഒക്കെ എന്നെ കണ്ട് ചിത്രീകരിച്ചിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഞാനതിനെ അവരെ പറ്റി മാറ്റാനൊക്കെ നിൽക്കണം. ആയിക്കോട്ടെ, നമ്മളെ ബാധിക്കില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചോളം വിഷയം നമ്മളെ ഹാപ്പി ആയിട്ട് നിൽക്കാറില്ല. ഞാൻ എന്റെ സേഫ് ഗാർഡ്, എന്റെ ജീവിതത്തിനകത്തേക്ക് എനിക്കൊരു ദുരിതം വരാതെ പോകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ നന്നായിട്ട് കാര്യങ്ങളിൽ ഭയങ്കര, എന്നെ സംബന്ധിച്ചോളം അതിനകത്ത് എനിക്ക് തർക്കിക്കാനില്ല. ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്. ഞാൻ എല്ലാത്തിനും വിശ്വസിക്കും. ഞാനിപ്പോ ഈ 30 ദിവസം നോമ്പ് എടുക്കണവേ. എനിക്ക് 30 ദിവസം നോമ്പ് പറ്റുമോ? ഞാൻ എന്നാൽ ഇപ്പോഴും ഞാൻ എന്നെ ബാധിക്കുന്നില്ല. എനിക്ക് ഈ എനർജി ഇപ്പോഴും നഷ്ടപ്പെട്ടില്ല. ഞാൻ രാവിലെ 5:10 അതിന് മുമ്പ് ഞാൻ ഭക്ഷണം കഴിച്ചെടുത്തനെ. എന്നിട്ട് ആ സ്ട്രെങ്ത്തും എന്റെ ഇത് പോയിട്ടില്ല. ദൈവം എനിക്കത് അനുഗ്രഹം തരുന്നുണ്ട്. ഞാൻ 12 വർഷം മുമ്പ് മലപ്പുറത്ത് പോയപ്പോൾ എനിക്ക് ആക്സിഡന്റ് ആയപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ അവര് നോമ്പെടുത്തപ്പോൾ ഞാൻ അന്ന് നിർബന്ധമായിട്ട് ഒരു ഹോട്ടലും ഇല്ലാത്തതുകൊണ്ട് 1000 ദിവസം പട്ടിണി കിടക്കലാണ്. അപ്പൊ ഞാൻ തീരുമാനിച്ച് ഇല്ല, ഞാൻ എടുക്കില്ലായിരുന്നു. 1000 ദിവസം ഞാൻ പട്ടിണി കിടക്കേണ്ടി വന്നു. കാരണം ഒരു ഹോട്ടലില്ല, ഞാൻ വിചാരിച്ചില്ല.
വൈകുന്നേരം ആയപ്പോഴാണ് തുറന്നതല്ല ഭക്ഷണം കഴിക്കാൻ പറ്റിയത്. അത് ഞാൻ ആലോചിച്ചു, വൈ ഷുഡൻറ്റ് ഐ കണ്ടിന്യൂ ഇറ്റ്. ഇത് ഒരു ദൈവം എനിക്ക് കാണിച്ചു തന്നാണ്. ഞാൻ അതിലേക്ക് എത്തപ്പെടാൻ എല്ലാം ഞാൻ പോയ വഴിക്ക് പോകണതാണ് ദൈവം. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരുത്തരാണ്. അപ്പോൾ ഞാൻ മലപ്പുറത്ത് എത്താനും മലപ്പുറത്ത് സിനിമയുടെ ക്ലാസ് എടുക്കാനും ചെല്ലാനും ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ നിൽക്കുകയും ഞാൻ ആ നോമ്പ് കാലത്ത് അവിടെ പെട്ടുപോകാനും ഞാൻ പത്നി നിൽക്കേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ദർ ഇസ് സംതിങ് ആക്ച്വലി വന്നിട്ടുള്ളതിനകത്തേക്ക് there is a hint to me actually, this is a time for me to start this actually. Why shouldn't I try this നോമ്പ് എല്ലാവരും പോലെ? അത് ഞാൻ 30 ദിവസം ഞാൻ നോക്കുക 100% ഞാൻ പറയാണ്. ഞാൻ പിന്നെ അത് എനിക്ക് നിർത്താൻ പറ്റില്ല. ഇപ്പം എൻ്റെ വൈഫ് അതിനോട് വന്നിട്ടുള്ള പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അവൾ കറക്റ്റ് ടൈം നോക്കി അവൾ ഇതെല്ലാം നോക്കി പഠിച്ചു വെച്ച് സെറ്റ് ചെയ്ത് വെക്കുന്നു. വൈകുന്നേരം നോമ്പ് തുറക്കാനായിട്ടുള്ള വെള്ളം ഈന്തപ്പഴം എല്ലാം എടുത്ത് വെക്കുന്നു. ഞാൻ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ കാരണം 10-12 വർഷമായില്ലേ അതങ്ങനെ നമ്മൾ എത്ര സുഖമില്ലാതെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര പനി വരെ വന്നപ്പോഴും ഞാൻ ഞാൻ നിന്നിട്ടുണ്ട്. എനിക്കത് എന്നെ ബാധിച്ചിട്ടില്ല. ഞാൻ അതല്ല പറഞ്ഞത്. അതെന്താ പറയുക, മനുഷ്യന് നമ്മൾ ഒരു പക്ഷെ ഞാൻ എന്നെ അതിനേക്കാളും കൂടുതൽ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നുണ്ടാണ്. ഞാൻ അതുകൊണ്ട് എന്താ, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എല്ലാത്തിനകത്തുള്ള. ഞാൻ അമ്പലത്തിലും പോകും, പള്ളിയിലും പോകും. ഞാൻ രാത്രികളിൽ പള്ളികളിൽ എല്ലാ പള്ളികളിലും പോകുന്ന എനിക്ക് ഇവിടെ വരുന്ന പല പള്ളികൾക്ക് അറിയാവുന്ന തന്നെ. ഞാൻ ഈ യാത്ര തെക്കോട്ട് ചെയ്ത് ഞാൻ മണകാട് പള്ളിയോട്ട് എൻ്റെ റൂട്ട് ഇവിടെ ഉള്ളിൽ കൂടെ ഓടും. പല ഡ്രൈവേഴ്സിന് ഭയങ്കര പ്രശ്നം തിരുവനന്തപുരത്തേക്കോട്ട് ഓടും. കാരണം ഞാൻ ഇവിടെ നിന്ന് പോയി ഏറ്റുമാനൂർ അമ്പലത്തിന് അപ്പുറത്തുള്ള വഴി കൂടി ഉള്ളിൽ കയറി അവിടെ നിന്ന് പോയി പരുമലപ്പള്ളി മണകാട് പള്ളിയുടെ ഉള്ളിൽ പോയി മറ്റേ ഇങ്ങനെ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയില് അവിടെ പോയ ശേഷം അവിടെ നിന്ന് നേരെ കാവുംഭാഗം വഴി നേരെ പരുമലപ്പള്ളി പോയി നേരെ അടൂര് കൂടി പോയി പന്തളംകുടി എനിക്ക് എന്താടാ പക്ഷെ എനിക്കത് ഭയങ്കര ആശ്വാസമാണ്. ഞാൻ വെളുപ്പാങ്കാലം അങ്ങനെയുള്ള ആരും ഇല്ലാത്ത സമയത്ത് കൂടെ അതിൻ്റെ പലർക്കറിയാം. ഞാൻ ഈ പരുമലയിൽ ജാനുവരി 1 അവിടെ എത്തും. 31 ആകുമ്പോൾ മിക്കവാറും എത്തും. ഞാൻ അവിടെ നിന്ന് വരും. ഇവിടെ അല്ലെങ്കിൽ ഞാൻ എവിടെയാണോ അവിടെ മുഴുവൻ രാത്രി പോയി ഞാൻ പള്ളിയിൽ പോകും 31. അപ്പോൾ ഞാൻ പോകുമ്പോൾ എന്നെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ എന്നെ പലരും വന്ന് കാണാറുണ്ട്. ഞങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ പോലെ. ഞാൻ അറിയാതെ നോട്ട് ചെയ്യുന്ന പലരും ഉണ്ട്, എനിക്കറിയാം. പക്ഷെ അതൊന്നും ഞാൻ പറഞ്ഞത് ഞാൻ ഈ വളരെ സമാധാനത്തോടെ ഒരാൾ നോക്കാതിരുന്നാലാണല്ലോ നമുക്ക് ഉള്ളു തുറന്നിട്ട് എനിക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്ക് പറയാറുണ്ട് പല കാര്യങ്ങളും. എന്നോട് ചോദിക്കാറുണ്ട് എനിക്ക് വന്നിട്ടുള്ളത് എൻ്റെതായ ഒരു പ്രാർത്ഥന ഞാൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രാർത്ഥന ക്രമങ്ങളുണ്ട്. അപ്പോൾ അതിലൂടെ കടന്നു പോകും. എനിക്ക് തന്നെ അറിയില്ല, കാരണം ഞാൻ ഇങ്ങനെ പോണ വഴിക്ക് പോണവൻ. ഞാൻ അങ്ങനെ ചോദിക്കണം സത്യമായിട്ട്. എന്റെ മുമ്പിൽ വരുന്നതിനകത്ത് വഴി തുറക്കുവാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, പലതും അങ്ങനെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരും. നമ്മുടെ ഈ കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് തുടങ്ങി അങ്ങനെയാണ്. അവർ വന്ന് നമ്മുടെ അടുത്ത് പറയുന്നത് ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നു. ഞാൻ ആ സമയത്ത് ഗോൾഡ് സൂക്കിലേക്ക് ഇന്റർവ്യൂവിന് പോകുന്നു. ഒരു ഓണത്തിന്റെ ഇന്റർവ്യൂ അവിടെ കൈരളിയാന്ന് പറഞ്ഞു. ഞാൻ ഇന്റർവ്യൂ നമ്മുടെ സിനിമയുടെ. അപ്പോൾ ആ സമയത്ത് ഞാൻ അതിനകത്ത് ഇന്റർവ്യൂ പോകുമ്പോൾ അവരെന്നെ കാണാൻ വരുന്നു ഗോൾഡ് സൂക്കിൻ്റെ ആപ്പത്ത്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് ഒരു മാസത്തേക്ക് ഞങ്ങൾക്ക് ഫെസ്റ്റിവലിന് സ്പേസ് ഞങ്ങളിവിടെ ഫെസ്റ്റിവൽ നടത്താമെന്ന്. അവർ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, നമ്മൾ റെഡിയാണ്. അപ്പം ഞാൻ ഇനിയിപ്പോൾ ബാക്കി എന്താ, നമ്മുടെ ഒരു പിള്ളേർ ഇവിടെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് സ്പേസ് ശരിയായി കഴിഞ്ഞു, വെന്യൂ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് വേണ്ടി ഇതിനെ നയിക്കാൻ പറ്റിയ ഒരാളാണ്. അവർ ലാലിൻ്റെ അടുത്തേക്ക് പോകും. ലാല് പറയുന്നു നമ്മൾ തുടങ്ങുന്നു. അത് ഞാൻ പറഞ്ഞ അതാണ്. ഞാൻ ആ സമയത്ത് എൻ്റെ ഇടുക്കി ഗോൾഡ് ഹിറ്റായിരിക്കാം. ഞാൻ അഭിനയിക്കാനല്ല പോയെ, ഞാൻ ഈ ഫിലിമിനെ പ്രൊമോട്ട് ചെയ്യാനാണ് പോയെ. എനിക്ക് തോന്നി ഇതായിരിക്കും എൻ്റെ വഴി. ഞാൻ പറഞ്ഞ മനസ്സിലായ അതിനകത്ത് അടുത്ത ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുന്നു. മിഡിൽ ഈസ്റ്റിലേക്ക് പോയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന വെറും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി 2015. ആ വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫെസ്റ്റിവൽ ചെയ്യാനായിട്ട് പോവുക. അവിടെ നിന്ന് നമ്മൾ 2016 തൊട്ടിട്ട് 2025 വരെ നമുക്ക് ബെഹ്റിൻ്റെ വരെ ഓഫീസായിട്ട് എല്ലാ GCC കൺട്രിയുടെ എല്ലാ മുക്കും മൂലയിലും ഞാൻ പോയി സിനിമ കാണിക്കുന്നു, വർക്ക്ഷോപ്പ് ചെയ്യുന്നു, യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുന്നു, സ്കൂളിൽ ചെയ്യുന്നു, ഇന്ത്യൻ അസോസിയേഷനിൽ ചെയ്യുന്നു. അങ്ങനെ എല്ലാവർക്കും, അറബികൾക്കും എല്ലാ രാജ്യക്കാർക്കും ഒക്കെ നമ്മൾ ഫിലിമുകൾ വർക്ക്ഷോപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പം അടുത്തത് ഞാൻ മലപ്പുറത്ത് നിന്നപ്പോൾ ഞാൻ ദൃശ്യഭാഷ സാക്ഷരത ലോഞ്ച് ചെയ്തു. പുസ്തകം എനിക്ക് എടുക്കാനായിട്ട് പറ്റുന്നു. ഞാൻ അങ്ങനെ ബേസിക്കലി എന്താ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അവസരത്തിന് ഞാൻ അതനുസരിച്ചിട്ട്
നമ്മൾ വന്നിട്ട് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഈ എല്ലാത്തിനകത്തേക്ക് ഞാൻ അതുകൊണ്ട് എനിക്ക് എൻ്റെ തീരുമാനങ്ങൾ പോകുന്നതിനകത്തേക്ക് ഞാൻ എൻ്റെ ജീവിതത്തിനകത്തേക്ക് വഴി തെളിക്കപ്പെടുന്ന വഴിയിലൂടെ നടന്നു പോകുന്ന ഒരുത്തനായിട്ട് ഞാൻ കാണുള്ളൂ. ഞാൻ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ട് മുമ്പിലേക്ക് പോകും, അവിടെ തന്നെ നമുക്ക് കാണിച്ചു തരാം. എനിക്കിപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, ഞാൻ ഇല്ലെന്നല്ലാതെ. പക്ഷെ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത്, എനിക്കുണ്ടാക്കുന്ന പ്രശ്നം എനിക്കൊരു ടേണിംഗ് പോയിന്റാണ്. അതിലൊരു പുതുവഴി തെളിയും. ഞാൻ പലപ്പോഴും നോക്കേണ്ടത് എന്തൊരു കാര്യം, എന്തിനാ ഞാൻ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യണം. ചില ഭയങ്കരമായിട്ട് പാര വെക്കും. ആ പാര വെക്കുമ്പോൾ നമ്മൾ പാര എന്താണ് ഇവർക്ക് ഇത് വെച്ചിട്ട് കാര്യം നമ്മളിങ്ങനെ ചിന്തിക്കുക. എൻ്റെ എന്ത് പ്രവർത്തിക്കും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് പുതിയൊരു സംഭവം ഞാൻ അപ്പം ചിന്തിക്കും. അതൊരിക്കലും ഞാൻ ഇവരിങ്ങനെ ഒരു പാര വെച്ചില്ലെങ്കിൽ ചിന്തിക്കില്ലായിരുന്നു. ഞാൻ പല കാര്യങ്ങളും പറയാം. ആ ചിന്തിക്കുന്നത് എനിക്ക് പിന്നീട് ഗുണമായിട്ടെത്തും. ഞാൻ യഥാർത്ഥത്തിൽ അവർ പാര വെച്ചുകൊണ്ടാണ് ഞാനിത് ചിന്തിച്ചത്. അപ്പം ഞാനൊരു പുതിയ വഴി തുറക്കുവാണ്. മനസ്സിലായില്ലേ? ഞാൻ അവർക്കൊരു വേദന ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പല കാര്യങ്ങളും പറയാത്തത്. അത് എന്നെ ബാധിക്കാറില്ല. കാരണം ഞാൻ അത്രയും വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരുത്തനാണ്. അപ്പൊ പിന്നെന്താ, എനിക്ക് ആരുണ്ട്? മോഹൻലാലിന്റെ അതൊരു വലിയ വിഷയം. ഞാൻ ധൈര്യം തന്നെയാണ്. ഞാൻ ആക്ച്വലി വന്നിട്ട് ഞാൻ പോയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ചെയ്യാന്ന് പുള്ളി പറഞ്ഞാൽ പിന്നെ എനിക്ക് തിരിച്ചു കൊണ്ടുവരില്ല പോലെ പിന്നെ അതുവരെ വെയിറ്റ് ചെയ്യും. അവിടെ നമുക്കൊരു പെർമിഷൻ കിട്ടാൻ വേണ്ടി അതാണ് ഞാൻ നിൽക്കുന്നത് മനസ്സിലാവുന്നുണ്ടാണ്. ഈ 10 വർഷം ഞാൻ അങ്ങനെ എല്ലാ കാര്യം ചെയ്തേനെ. അല്ല ഇതൊക്കെ അവിടെ ഇങ്ങനെ എന്താ ഇങ്ങനെയൊക്കെ പറയും. ഇപ്പൊ ഞങ്ങളുടെ ഓട്ടിസം പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രോജക്റ്റ് ചെയ്തു, ഈ വിഷ്വൽ ലിറ്ററസി 3 വർഷാപ്പ് ഞാൻ ചെയ്തു. അത് ഗംഭീര സംഭവമാണ്. അതെനിക്ക് ഞാൻ അതിലേക്ക് സ്റ്റിക്ക് ചെയ്യാറുള്ളത്. ഞാൻ അതിന് ഗവൺമെന്റുമായിട്ട് പലരുമായിട്ട് ഞാൻ സംസാരിച്ചാണ് ഏറ്റെടുക്കാൻ. പക്ഷെ അന്നേരം അവരുടെ ഈ പറയുന്ന ഞാൻ ഉണ്ടാക്കിയ കൺസെപ്റ്റ് മുഴുവൻ അവരുടേതാക്കി മാറ്റണം. നമ്മുടെ അല്ലാത്ത, അതാണ് ഞാൻ പറഞ്ഞത്, ഈ കൈ അനയാതെ മീൻ പിടിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ സമയമാകുമ്പോൾ ഞാനത് കാണിക്കും. ഞാനിത് ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് എന്നും ഇതിനെ ഞാൻ കൊണ്ടുവരും. ഞാൻ ഒരിക്കലും ഒരു സാധനത്തെ വിട്ടുകളയില്ല. എന്റെ മൈൻഡിൽ കിടക്കണ്ട്. ഞാൻ കാരണം ഈ വിഷ്വൽ ലിറ്ററസി എന്ന് പറയുന്നത് ഈ ഇപ്പോൾ ഉള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും വിഷ്വൽ ലിറ്ററസിനെയും മിക്സ് ചെയ്തിട്ടുണ്ട്. ന്യൂറോ സയൻസ് മിക്സ് ചെയ്തിട്ടുള്ള ഞാൻ ഒരുപാട് പ്രോജക്റ്റ് ഇപ്പോൾ വൈറ്റ് പേപ്പർ ഇറക്കാനുള്ള സാധനം ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ. ബേസിക്കലി നമ്മളിൽ വന്നിട്ട് എൻ്റെ ഏറ്റവും വലിയ ഒരു ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു തിയറി ഉണ്ട് ആക്ച്വലി വന്നിട്ട്. ദാറ്റ്സ് കോൾഡ് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നുള്ളതാണ്. ഞാനിവിടെ പോയി എത്തപ്പെടും. അത് ഞാൻ എന്താ പറയുക, ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളിലും ഞാൻ എത്തപ്പെടുവാണ്. അതാണ് എൻ്റെ ഏറ്റവും ഞാൻ നിങ്ങൾ ഞെട്ടിപ്പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നിലേക്ക് വഴി തുറക്കുവാണ്. ഞാൻ അറിവിൻ്റെ വിഷയം എന്നിലേക്ക് തുറക്കപ്പെടുകയാണ്. ഞാൻ അന്വേഷിക്കുന്ന ഒരു പുസ്തകത്തിലേക്ക് വരികയാണ്. അപ്പം ഞാനിത് പറയാൻ കാരണം ഈ റീസെൻ്റ്ലി നമ്മൾ കണ്ടുപിടിച്ച ഒരു സംഭവമാണ് ബാക്ടീരിയ. ഒരു ടൈപ്പ് ഓഫ് ബാക്ടീരിയ. ഞാൻ സിംപ്ലിഫൈ ചെയ്ത് പറയാം. വൈറ്റിലുണ്ട്. ദിസ് ഈസ് കൺട്രോൾഡ് അസ് ആക്ച്വലി. ഇവനാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അതിലെ പോഷകങ്ങൾ നേരെ നമ്മുടെ ന്യൂറോൺസ് കഴിച്ച് ആ ന്യൂറോണിൻ്റെ സ്പാർക്കിംഗ് ആണ് നമുക്ക് തിങ്കിങ് ഒക്കെ ഉണ്ടാവുന്നതിനാൽ. സോ ബേസിക്കലി ദീസ് ബാക്ടീരിയ, മനസ്സിലായോ, ഇസ് കൺട്രോൾ എവറിത്തിങ്. ഇപ്പോൾ ഇതിനെ മനസ്സിലാക്കിയിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ വിളിക്ക് പോകുന്നില്ലേ, അതിൽ നിന്ന് നമ്മുടെ രോഗങ്ങൾ നമുക്ക് എന്തെല്ലാം വരുന്നുള്ളതും കൂടെ അറിയാൻ പറ്റും ഇനിയുടെ കാലത്ത്. അത് അവർ നമുക്ക് ജഡ്ജ് ചെയ്യും നമ്മുടെ ഈ നോക്കിയിട്ട്. അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ആ ലെവലിലേക്ക് പോവുക. ഇപ്പം ഞാൻ ഈ ബാക്ടീരിയ ആക്സസ് എന്ന് പറയാൻ കാര്യം ബേസിക്കലി നമ്മളൊന്ന് ആലോചിക്കുക. നമ്മളൊരു സാധനം കണ്ടാൽ ബീബൽസെ കാണാം, നമുക്ക് ഛർദ്ദിക്കാൻ വരുന്നു മാർക്ക് കാണുമ്പോൾ. സോ യു ക്യാൻ ഫിസിക്കലി വന്നിട്ട് ആക്ച്വലി വന്നിട്ട് സിനിമ ക്യാൻ കൺട്രോൾ ഹ്യൂമൻ. ഞങ്ങൾ സിനിമേനെ ഞാൻ ക്ലാസ് എടുക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ലൈക്ക് ലഗാൻ കാണിച്ചിട്ട് ടീം ബിൽഡിങ്, അതേപോലെ തന്നെ ചക്ക ഇന്ത്യ കാണിച്ചുകൊണ്ട് ഹൗ ടു കൺവേർട്ട് എ സ്മോൾ ടീം ഇട്ട് തന്നെ ഇത് റോക്കസിങ് തൊട്ടിട്ട് സ്ട്രീറ്റ് സ്മാർട്ട്നെസ്, ഗ്രാവിറ്റി കാണിച്ചുകൊണ്ട് എന്താണ് ഗ്രാവിറ്റി, ഇൻഡർസ്റ്റെല്ലറിൽ നമുക്ക് വന്നിട്ട് എന്താണ് ബ്ലാക്ക് ഹോള്. അങ്ങനെ സിനിമ ബേസിക്കായിട്ട് നമുക്ക് വന്ന് ഇപ്പോൾ IIM-ലുണ്ട്, അറിയാമോ? എനിക്ക് ഓർമ്മയുണ്ട് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ വന്ന സമയത്ത് ഈ എല്ലാ മന്ത്രിമാരെയും കൂടി വന്നിട്ട് IIM കാലിക്കറ്റിലല്ലേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അവർ കാണിച്ചത് ഗാന്ധിയുടെ സിനിമയാണ്. ശരി. ബേസിക്കലി സിനിമ ഇപ്പോൾ വന്നിട്ട് ഞാൻ അന്നത്തെ പ്രൊഫസറായിട്ട് സംസാരിച്ചു. ഞങ്ങളിത് 2007
ഞാൻ ഇതിന് ലഗാനെ നമ്മൾ ഏതായാലും നമുക്ക് അത് ഞാൻ പറഞ്ഞു, ഞാൻ ഭാഗ്യത്തിന് ഇതിനൊക്കെ സ്റ്റംബിൾ ചെയ്യുന്നുണ്ട് ഞാൻ. ഇപ്പോഴാണ് ഇത് ഇവിടെ വന്നത്. വിപ്രോ ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് ഞാൻ അറിഞ്ഞു. ഞങ്ങൾ ചെയ്യുമ്പോൾ ആരുമില്ല, മനസ്സിലായോ? ഞങ്ങൾ 2007 ഞാൻ പഠിച്ച എല്ലാ സിനിമയിൽ നിന്നാണല്ലോ, ഞാൻ മാർക്കറ്റിംഗ് എല്ലാം പഠിച്ചത്. അപ്പൊ ഞാൻ ലഗാനെ കൊണ്ടുവന്നിട്ട് IBM മറ്റേ SCMS ചെയ്തത് 2007. ഞങ്ങളുടെ ഫെസ്റ്റിവൽ തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അവരുടെ രണ്ടുപേരും ഒരാൾ മരിച്ചുപോയി, SCMS ഓണേഴ്സിന്റെ മക്കൾ. അപ്പൊ അവരെ കണ്ടപ്പോൾ ഞാൻ നമുക്ക് ഗുണമുള്ള എന്തെങ്കിലും പറയാൻ പറഞ്ഞു, ഫെസ്റ്റിവൽ കാണിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ ഫെസ്റ്റിവൽ അല്ലാത്ത സിനിമയോടൊപ്പം തന്നെ ഞാൻ നിങ്ങളുടെ MBAക്ക് സ്റ്റുഡൻസിന് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഒരു സിനിമ കാണിക്കാവുന്നത്, അങ്ങനെ പ്ലാൻ ചെയ്യാം. അപ്പൊ എനിക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ടീം ബിൽഡിങ്. അങ്ങനെ ലഗാൻ കാണിച്ചിട്ട് ഞാൻ ടീം ബിൽഡിങ്ങിനെ കുറിച്ച് പറയാം, എങ്ങനെയാണ് നമ്മൾ ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക, മാനേജ്മെന്റ് സ്റ്റഡീസിൽ ആവശ്യമുള്ള. സോ അത് പിന്നീട് ഞാനൊരു 2012-11 ആയപ്പോഴത്തേക്കും പിന്നെ IIM-ലേക്ക് ചെയ്യാൻ തുടങ്ങി, വിപ്രോയിൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നീട് ഞാൻ അവരെ പല പ്രോസസ്സ് ഞാൻ അതിനകത്ത് മീറ്റ് ചെയ്തായിരുന്നു, ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ അതിൻ്റെ ലിസ്റ്റുകളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫിലോസഫി ആൻഡ് സിനിമ, സൈക്കോളജി ആൻഡ് സിനിമ, സ്ട്രക്ചറിസം ആൻഡ് സിനിമ, ഞാൻ എല്ലാത്തിനെയും സിനിമയായിട്ട്, ഫിസിയോളജി ആൻഡ് സിനിമ, അതാണ് എൻ്റെ ഞാൻ കണക്ട് ചെയ്യുന്നത്. അതിലൊന്നാണ് ഞാൻ ഈ പറയുന്ന എൻ്റെ ഒരു ഇതിലേക്കുള്ള ന്യൂ കൺസെപ്റ്റാണ് ആക്ച്വലി വന്നിട്ടുള്ളത്, ലൈക്ക് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി വന്നിട്ട് ഹൗ ഇറ്റ് ഇസ് കണക്റ്റഡ് ആൻഡ് ത്രൂ സിനിമ ഹൗ യു കാൻ ഫിസിയോളജിയെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് എഫക്ട് ചെയ്യാം. സോ യു കാൻ റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ വന്നിട്ട് നമുക്ക് സിനിമ തന്നെ വന്നിട്ട് അതിനനുസരിച്ച് ഉണ്ടാകാം. ഞാനിതിന് കാരണം പറയാൻ കാര്യം പറഞ്ഞാൽ, സിനിമ തെറപ്പി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് ശരിക്കും. ഞാൻ എൻ്റെ ഉണ്ട് അതിൻ്റെ ബുക്കല്ല. അത് ഈ വാർ വെറ്ററൻസിനെ അവരുടെ ട്രോമ മാറ്റാൻ സിനിമ കാണിക്കായിരുന്നു. സിനിമ എഫക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. തനിയെ എന്ന് പറഞ്ഞ സിനിമ ഞാൻ ബാബു തിരുവല്ലയായിട്ട് കാണിച്ചു ഫെസ്റ്റിവൽ നടക്കുമ്പോൾ പുള്ളി എന്ന് പറഞ്ഞു, ആ സിനിമ കണ്ടിട്ട് അതൊരു ഓൾഡ് ഏജിൽ ഹോമിൽ ഒരു ഫാദറിനെ ആക്കുന്ന ഒരാളാണ്. ഇത് കണ്ടിട്ട് അമേരിക്കയിൽ ഒരാൾ തിരിച്ച് തേരെ വന്ന് ഫാദറിനെ വീട്ടിൽ കൊണ്ടുവന്നു പറഞ്ഞിട്ട് അയാൾ പറഞ്ഞത് എൻ്റെ അടുത്ത് ബാബു തിരുവല്ല പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ഞങ്ങൾ യാത്ര ചെയ്യുക ചങ്ങനാശ്ശേരിയിൽ 2 ക്യാമ്പസിൽ ഞാനിത് കാണിച്ചായിരുന്നു. അപ്പോൾ ആ യാത്രക്കിടയിൽ പുള്ളി പറഞ്ഞൊരു കഥ എനിക്കിന്ന് ഓർമ്മയുണ്ട്. സോ സിനിമ ഹാസ് എ പവർ ടു കൺട്രോൾ. ആദ്യം കണ്ടുപിടിച്ചെന്നറിയാം, ഇതിനെ മനസ്സിലാക്കിയ ആരെന്നറിയാം? സിനിമയുടെ ഈ പവർ മനസ്സിലാക്കിയത് ലെനിനാണ്. ആദ്യ റഷ്യൻ വിപ്ലവം കഴിഞ്ഞ ഉടനെ തന്നെ പുള്ളിക്കൊരു കാര്യം മനസ്സിലായി. ആദ്യത്തെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത് റഷ്യയിലാണ്. ലെനിൻ അത് ഞാൻ വായിച്ചു. അത് എന്താ കാര്യം എന്ന് പറഞ്ഞാല്, അന്ന് അവരുടെ എക്യുപ്മെന്റ് കാര്യങ്ങൾ ഈ പ്രാന്ത പ്രദേശത്ത് ഭയങ്കര USSR അത്രയും വലിയ സ്ഥലമാണ്. അവിടെ പോയ പലർക്കും അറിയില്ല. സബ് ചക്രവർത്തിയൊക്കെ മാറി പുതിയ റഷ്യൻ റവല്യൂഷണറിക്ക് ശേഷം വന്നേക്കണ മറ്റേ സോവിയറ്റ് യൂണിയൻ ആയെന്നും അത് ഭരിക്കുന്നത് വേറെ ആൾക്കാരാണെന്നുള്ളതൊന്നും പലർക്കും അറിയില്ല. അപ്പോൾ ഇവരിലേക്ക് വന്നിട്ട് ഈ പറയുന്ന മാർക്സിസം അല്ലെങ്കിൽ ഈ തിയറി ലെനിനിസം വന്നിട്ട് ഇറക്കാനായിട്ട് മനസ്സിലാക്കിക്കാനായിട്ട് സിനിമയാണ് ഉദ്ദേശിച്ചത്. ഈ സിനിമ പിന്നീട് പ്രൊപ്പഗാണ്ടയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രൊപ്പഗാണ്ടയ്ക്ക് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കിയതിനാണ്. അങ്ങനെയാണ് കംപ്ലീറ്റ് മറ്റേ ഹിറ്റ്ലർ വന്നപ്പോൾ ഹിറ്റ്ലർ കംപ്ലീറ്റ് ഇൻഡസ്ട്രി കയ്യിലാക്കിയതിന് ശേഷം അന്നത്തെ ഏറ്റവും വലിയ വെയിൻ ഫിസ്റ്റാർ എന്ന് പറയുന്ന ഒരു ഭയങ്കര ആക്ട്രസ് ഉണ്ടായിരുന്നു. ഷീ വാസ് ഇൻചാർജ് ഫോർ ഓൾ ദ ഡോക്യുമെൻ്ററീസ്. ഒരു സിനിമേനെ കംപ്ലീറ്റ് അവരുടെ കയ്യിലേക്ക് ആക്കിയതിന് ശേഷം ഫാസിസ്റ്റുകൾ എങ്ങനെയാണ് ശരിക്കും ഹൈജാക്കില്ല, അവരുടെ കൺട്രോളിലേക്ക് ഉണ്ടെന്ന് സിനിമ പ്രൊപ്പഗാണ്ടയ്ക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. ജർമ്മൻ നാസിസത്തിന്റെ അവരുടെ സിനിമകൾ ഉണ്ടാക്കി ഭയങ്കര ഫ്രെയിംസാണ് അതിലാണ്. അതാന്ന് മനസ്സിലാക്കിയ ദാറ്റ് ആക്ച്വലി സിനിമ പല സമയത്തും വന്നിട്ടുള്ളതിനകത്ത് സിനിമ അവർ വന്നിട്ട് ന്യായീകരിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. സിനിമ എല്ലാം അവരുപയോഗിച്ച് റഷ്യൻ വിപ്ലവത്തിന് ഉപയോഗിച്ച് അങ്ങനെ പലരും ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഫിലിം സ്റ്റഡീസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് ആദ്യത്തെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ലെനിൻ തുടങ്ങിയത്. അങ്ങനെ സിനിമ ഉണ്ടാക്കിയ ഐസൻസ്റ്റൈന്, അങ്ങനെ പുഡോക്കിൻ, കുൽഷോവ്, അവരുടെ ഒരു തിയറി തന്നെ ഞങ്ങൾക്ക് പഠിക്കാനും കുൽഷോവ് എഫക്റ്റ് എന്ന് പറയുന്നത്. അത് എഡിറ്റിങ്ങിലൂടെ എങ്ങനെ വന്ന് കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, മാർക്സിസ്റ്റ് തിയറി എങ്ങനെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അങ്ങനെ ഒരു പ്രോളിറ്റേറിയൻ സിനിമകൾക്ക് വന്ന് കൊടുത്തു. ബാറ്റിൽഷിപ്പ് ഓഫ് പൊട്ടൻകെയിൻ, 10 Days to Victory എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സിനിമകൾ അന്ന് ഉണ്ടാക്കി. എന്നിട്ട് മദർ അവരുടെ ആശയങ്ങൾ കൃത്യമായിട്ട് എത്തിക്കാനായിട്ട് മദർ തന്നെ മാസ്റ്റർ പീസുകളായിരുന്നു. ഞങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ.
അപ്പോൾ ഞാനത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ സിനിമ ഇസ് സോ പവർഫുൾ ആക്ച്വലി. കാരണം എന്താണെന്ന് അറിയാമോ, സിനിമ ഈസ് സയൻസും കലയും ഒരുമിക്കുന്ന സ്ഥലമാണ്. ജോയിന്റ് വിത്തൗട്ട് ഇലക്ട്രിസിറ്റി സിനിമ എക്സിസ്റ്റിംഗ്. സിനിമ ഉണ്ടാക്കുമ്പോൾ മാത്രം സിനിമ ഉണ്ടാക്കപ്പെടുന്നില്ല, അവിടെയാണ് എക്സിബിറ്ററുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. എക്സിബിറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് അത് ഓഡിയൻസിലേക്ക് എത്തി അവൻ അതിനെ വന്നിട്ട് നിൽക്കുമ്പോൾ ഈ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. നമ്മൾ ഒരാശയമുണ്ടാക്കി അതിനെ സിനിമ എന്ന ലാംഗ്വേജ് ഉപയോഗിച്ച് ക്യാമറ ഉപയോഗിച്ച് സിനിമയുടെ സാങ്കേതികങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ രൂപത്തിലൂടെ ഇത് ഉണ്ടാക്കിപ്പെടുന്നത് ഒരു കഥ പറയാനായിട്ട് മനസ്സിലായോ. അതിനെ നമ്മൾ തിയേറ്ററിലെത്തി അത് കാണുമ്പോഴാണ് നമ്മൾ അത് ഉണ്ടാക്കുന്ന ഒരു സാധനം, ആ സിനിമ എന്ന് പറയുന്ന ആ ലോകം കംപ്ലീറ്റ് ആവുന്നത്. സൈക്കിളാണല്ലേ ശരിക്കും. അല്ല, എടുക്കുന്നതോടുകൂടി ആവില്ല. അത് മാത്രമല്ല, അതൊരു വശം. നമുക്ക് അതിനും എക്സ്പെരിമെന്റ് ചെയ്യാം, നമുക്ക് അതിനും ചെയ്യാം, എല്ലാം നമുക്ക് ഇനിയുണ്ടല്ലോ സംസാരിക്കാൻ. അപ്പോൾ യെസ്, സോ താങ്ക് യു വെരി മച്ച് ഷാക്കിർ.